ചൊറിഞ്ഞിട്ടേ കൊതുകിന് കടിച്ചിട്ടേ. ഇതിനിപ്പോൾ ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാവും അത് ചൊറിയാതിരിക്കാനല്ലേ കൊതുക് കടിക്കാക്കാൻ എന്തെങ്കിലും ഓയിലുകളോ ഉണ്ട് കാൽമലും ഉണ്ടാക്കിയാണ്. കളറൊക്കെ മാറൽ തുടങ്ങിയാണ് ഇവിടെ. എന്തത് നമുക്ക് ഉള്ളിലൊന്ന് പോയോ ഏതാണോ ഡീജെ ഇട്ടേണ്ട പോകണ്ടിട്ട്. പിന്നെ വീടിൻ്റെ ചുർക്ക് തട്ടൊക്കെ ഉണ്ടാക്കിയാണ്ട് ഫുള്ള് ഇല്ലുങ്കൂലും മുളൊക്കെ വെച്ചാണ്ടേ ചേച്ചി ഇങ്ങനെ നോക്കുകയാണ്. ഹലോ അസ്സലാമു അലൈക്കും. എന്താ പാട്? പെട്രോൾ പമ്പിലാണ് ഇന്നലെ ടെൻ്റ് അടിച്ചതേ. ഇന്നലെ ബീഹാർ ആയതുകൊണ്ടേ കുറച്ച് ഡേഞ്ചറസ് സ്ഥലമാണ് ടെൻ്റ് അടിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ. നമ്മൾ യാത്ര തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ഹായ് അസ്സലാമു അലൈക്കും. എന്താ പാട്? സുഖമല്ലേ? രാവിലെ ഇങ്ങനെ എണീറ്റു. അപ്പോൾ ഞാനേ കുറേ ആൾക്കാർ കമൻസിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസത്തോട് കൂടിയിട്ട് കമൻസ് ഇടുന്ന ആളുകൾക്കാണ്ട്. വെറുതെ ചുമ്മാനായിട്ട് കമൻസ് ഇടുന്ന ആളുകൾ നമ്മൾ ആദ്യം മെയിൻ ചെയ്യലില്ല. അപ്പോൾ അത് നമ്മൾ ആ ഒരു അതായിട്ട് നമ്മൾ മാനിക്കുള്ളൂ. അതുപോലെ ഇടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാവാം. നമ്മൾ തപ്പി തേടി പോകാൻ അതിന് റിപ്ലൈ കൊടുക്കാനും നമ്മൾ നിൽക്കില്ല. എന്തുകൊണ്ട് അവർ നമ്മൾ തെറ്റിലാണോ അല്ലേ അവരെന്തുകൊണ്ട് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അവർ സംസാരിക്കാത്ത എന്തുകൊണ്ട്, അവരെന്താ ഇറങ്ങാത്തത്, നിങ്ങളെന്താ സംസാരിക്കാത്തത്, ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി തരാമെന്നുള്ള ഫസ്റ്റ് തന്നെ വെച്ചു. എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നി. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആസ്വാദനം കറക്റ്റ് കിട്ടുള്ളൂ. ഇത് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെ വീഡിയോ കാണുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കണ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളതാണ്. അല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവാം കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണില്ല. അതിനെ അത്ര ബോധർ ചെയ്യലില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5-8 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, ഇൻസ്റ്റയിൽ ഇതിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രൊപ്പഗണ്ടകളും അറിയണ ആളുമാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകലില്ല പൊതുവെ. ഞാൻ ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ആ ഒരു മൈൻഡ് സെറ്റിലൂടെ എല്ലാത്തിനും കാണുന്ന ആളാണ്. അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ ആളുകൾ നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ അതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പാണ്. നമ്മുടെ നാട്ടിൽ എത്രത്തോളം ചൂടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ചുമ്മാ വീട്ടിലിരുന്നിട്ട് പോലും നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നാട്ടിൽ. ആ സ്ഥാനത്താണ് നമ്മൾ യാത്ര ചെയ്യണത്. ഏകദേശം ഒരു 10-12 ഹവർ യാത്ര ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് നല്ലവണ്ണം ഉണ്ടാവാം. അപ്പോൾ 7 മണിയാണ് സമയം. ആ 7 മണിക്കാണ് ഇത്രത്തോളം ചൂട്. ഇത് ഇനി ഒരു 8-9-10 മണിയോടത്തോട് ഹൈ ചൂടാവും. അതൊന്ന്. അപ്പോൾ യാത്രാക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങണ പല സ്ഥലങ്ങളിലും നിങ്ങളെ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു കണ്ടൻറ്റ് എത്തിക്കണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി അത് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ അവരെ ഇറങ്ങിക്കൊള്ളണം എന്ന് ഒരു നിർബന്ധമില്ല. നമ്മളവർ നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം നോമ്പായതുകൊണ്ട് തന്നെ. മാത്രമല്ല നമ്മൾ സുഹൃത്തുക്കളായത് നമ്മൾ യാത്രയിലൂടെയാണ്. അല്ലാതെ നമ്മൾ തുടക്കം മുതലേ സുഹൃത്തുക്കളൊന്നുമല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ ആരാണ്, എന്താണ് കറക്റ്റ്, അവരെന്താണൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗിവ് അവേയിലൂടെ തിരഞ്ഞെടുത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഈ യാത്ര എത്രത്തോളം സ്മൂത്തിൽ പോണത്. ജാവി കൊണ്ടോട്ടിയുള്ളതാണ്, പിന്നെ ഇബ്രു തിരൂരുള്ളതാണ്. നമ്മൾ പരസ്പര റെസ്പെക്റ്റും, ഞാൻ അവരങ്ങോട്ടുള്ള റെസ്പെക്റ്റും അവരിങ്ങോട്ടുള്ള റെസ്പെക്റ്റും പരസ്പര സഹകരണങ്ങളും ഒക്കെ ആ രീതി. അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ യാത്രയിലാണ് ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ ഏറ്റവും വലിയ സുഹൃത്തിൻ്റെ പോലും യാത്ര പോയി കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ കവർ ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് അഭിപ്രായത്തിൽ വന്നിട്ട് പിടുത്തം വിടും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സൗഹൃദമാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ശങ്കാമുത്ത എന്നൊക്കെ പറഞ്ഞാൽ ആ പരിപാടിയല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ആ പരിപാടി ചെയ്താൽ ഒരാഴ്ചൻ്റെ മേലെ യാത്ര പോകില്ല. കാരണം പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ട് എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ അത് തെറികളായി അങ്ങോട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡീപ്പ് ബന്ധമാണ്. ആ ബന്ധം ഉണ്ടായതുകൊണ്ട് അതിങ്ങനെ പോണതും. പക്ഷേ എന്നിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, ഞാനൊരു ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടു. അതായത് നമ്മളിങ്ങനെ ഒരു യാത്ര പോവാണ്. അപ്പോൾ യാത്രനോട് അത്രത്തോളം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചോളി, നമുക്ക് യാത്ര ചെയ്യാം. അതിന് ഡെയിലി ഇത്ര പേയ്മെൻറ്റാണ് ചിലവുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. വണ്ടിമത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നിങ്ങൾക്ക് 5 ദിവസം മുതൽ എത്ര ദിവസം നമ്മളപ്പോൾ യാത്ര ചെയ്യാം. അപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നവരും അല്ല. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവർ കിറ്റ് ചെയ്യും. കാരണം ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അല്ലാതെ ഇത് എഗ്രിമെൻ്റ് ഇട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നല്ല. ഇതൊരു എൻ്റർടൈൻമെൻറ്റ്സ് അല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള അത്രത്തോളം അവർ പോരും എന്നുള്ളതാണ്. പിന്നെ ഇവർ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതുമല്ല. അത് നമ്മൾ മനസ്സിലായി. അവർ യാത്രനോട്
ഞാൻ അവരോട് ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ അവരെ വീട്ടിൽ പോയി അവരെ അമ്മാനെ കണ്ട് അവരെ നാട്ടിലെ അവർ അന്വേഷിച്ച് എല്ലാം കൊണ്ട് ഓക്കെ ആയി എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അവർ സെലക്ട് ചെയ്തത്. എൻ്റെ വീട്ടിൽ അവർ വന്നു, എൻ്റെ വീട്ടുകാരോട് അവർ സംസാരിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് അങ്ങനെ യാത്രൻ്റെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ച് അങ്ങനെ പോകുന്ന ആളുകളാണ്. ഇന്ന് ഞങ്ങൾ ഭയങ്കര സൗഹൃദത്തിലാണ്. ആ സൗഹൃദം ഒരു പരിധി വിട്ട് കഴിഞ്ഞ് പോവാത്തതുകൊണ്ടാണ് യാത്ര ഇങ്ങനെ പോകുന്നത് സ്മൂത്തിൽ. അതുകൊണ്ട് തന്നെ അവർ വീഡിയോ ഷൂട്ടിന് വേണ്ടി വന്ന ആളുകളല്ല, യാത്രയിൽ വൈറലാവണം അല്ലെങ്കിൽ അവർ പക്ക യാത്രനോട് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ള താല്പര്യത്തോടു കൂടി വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും നമുക്ക് അവരോട് അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, ഇനി ഇവിടെ നിന്നൊരു ഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ സംസാരിക്കണ്ട. കാരണം ഇത് നമ്മളെ ചാനലായതുകൊണ്ടും നമ്മളിതിൽ കണ്ടൻറ് ഇടുന്നതായതുകൊണ്ടും ഇതിനെന്ത് റീച്ച് വന്നാലും അതൊക്കെ നമ്മളിതിലുള്ള ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ നമ്മളിതിന് പേയ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ പേയ്മെൻറ്റ് വന്നാൽ പോലും ഇതിൽ നിന്നുള്ള പേയ്മെൻറ്റ് എന്തെങ്കിലും വന്നാൽ പോലും അവരുടെ ഫണ്ടില്ലെങ്കിൽ അവർക്ക് വരെ ഇറക്കാൻ നമ്മൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്കിലും നമ്മളവരെ ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും ചിന്തിക്കണില്ല. അങ്ങനെ ഒരു പരിധി വിട്ട് അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങൾക്കും ഓക്കെ ആയിരിക്കും ചിലപ്പം. പക്ഷേ ഇതിൽ വരുന്ന പ്രശ്നം അവർക്ക് യാത്ര ചടക്കും ചിലപ്പം. കാരണം ഈ ചെയ്യിപ്പിക്കണത് അവർക്കും കൂടെ താല്പര്യം വേണം. അപ്പോൾ അവർക്ക് പൊതുവേ വീഡിയോനോട് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പറയുമ്പോൾ അങ്ങനെ അവർ സ്ഥലങ്ങൾ കാണും. അപ്പോൾ അവർക്ക് എൻ്റെ അത്ര ഇൻട്രസ്റ്റ് എന്തായാലും ഇല്ല. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അല്ല ഞങ്ങൾ തമ്മിൽ വേറെ തെറ്റോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് കാണുന്നവർ വെറുതെ കാണും, ചുമ്മാ പറയും. ഞാനത് മെയിൻറ്റെയിൻ ചെയ്യലും ഇല്ല. 1-2 കമൻസ് കൊണ്ട് സ്ഥിരമായിട്ട് നെഗറ്റീവിൻ്റെ അടി വന്നിടുന്നത് അതിൻ്റെ ആ ലെവലിൽ നമ്മൾ ഇടണുള്ളൂ. കമൻസ് അങ്ങനത്തെ പോരട്ടെ, അങ്ങനത്തെ ആളുകളുണ്ടല്ലോ ഭൂമിയിൽ. അപ്പോൾ അവർക്കൊരു ത്രില്ലേ, കമൻസ് കാണുന്നവർക്കൊരു ത്രില്ലേ, അത് അടിക്കണവർക്കൊരു ത്രില്ലേ. ഓർക്ക് പോലെ ജീവിതത്തിൽ ഡിപ്രഷനും കയറി പിടുത്തം വിട്ട് ഫാമിലി അടിച്ച് പിടിച്ച് പിടുത്തം വിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവാം, ജീവിതത്തിലൊന്നും ആവാത്ത ആളുകളുണ്ടാവാം. അവർക്കൊക്കെ ഇങ്ങനത്തെ കമൻസിലൂടെ വന്ന് 2 തീരെ അടിക്കുമ്പോൾ ആ ഒരു സമാധാനം നമ്മളെ വീഡിയോ കണ്ടിട്ട് അതിൽ അങ്ങനെ കിട്ടട്ടെ, അത്രേ ഉള്ളൂ. നമ്മളത് അങ്ങനെ കാണും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. നമുക്ക് ഓരോടൊരു സ്ഥലത്തെത്തുമ്പോൾ പറയാൻ പറ്റില്ല ഇന്ന സ്ഥലത്ത് ഇറങ്ങണം, ഇവിടെ ഇതുണ്ട്, നമുക്ക് സംസാരിച്ച് അങ്ങനെ പോകും. അത് ചൂട് ഒന്ന്. അവർ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ വീഡിയോസ് മാറ്റി വന്നതല്ലാത്തതുകൊണ്ടൊന്നും. അപ്പോൾ ഇതൊരു ഇങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഫുഡിങ് കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. ഡ്രൈവിങ് നമ്മൾ നോക്കും, അപ്ലോഡിങ് കാര്യങ്ങൾ, റൂട്ടൊക്കെ നമ്മൾ നോക്കും. ഓരോരുത്തർക്കും ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യതയോട് കൂടിയിട്ടാണ് പോകുന്നത്, കൃത്യം പ്ലാനിങ്ങിലോട് കൂടിയിട്ടാണ് ഇത്രയും ദിവസം പോകുന്നത്. അപ്പോൾ ഇനി ഇവിടുന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ പെരുന്നാൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾ തണുപ്പ് ഇനി എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞാൽ അടിപൊളി സ്ഥലത്തായിരിക്കും നമ്മൾ എത്തുക. അപ്പോൾ അവർ ഒന്നും കൂടെ ഇറങ്ങും. അപ്പോൾ അവർ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത്, കഴിയണില്ല. അത് സ്വാഭാവികമാണ്, ആരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തന്നെ പല സ്ഥലത്തും ഇറങ്ങണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ തരേണ്ട ട്രീറ്റ് ആയിട്ടിടായില്ലേ കാരണം ഒരാളെ കൊണ്ടും കഴിയില്ല. തൊണ്ട കണ്ടല്ലോ ഒറ്റിങ്ങനെ ഒട്ടും ഈവനിങ് ആകുമ്പോൾ. ഞാൻ ചില ദിവസം അങ്ങനെ വിചാരിക്കും ഇന്ന് വീഡിയോ ഇടാതിരുന്നാലോ എന്ന്. അപ്പോൾ നിങ്ങളെ ആലോചിക്കും ഞാൻ അവർക്ക് എന്തെങ്കിലും പിന്നെ ഒരുപാട് സൗദിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ഡെയിലി വീഡിയോ ചെയ്യണേന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലേക്കാണ് ഒരു ദിവസം ചെയ്യാതിരിക്കാതെ. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇത്രത്തോളം വലിയൊരു എഫേർട്ട് നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഇതാക്കുന്നതല്ല. യാത്ര എന്ന് പറഞ്ഞാൽ സ്ട്രഗിളിങ് ആണ്, അനുഭവങ്ങളാണ്, ജീവിത അനുഭവങ്ങളാണ്, തിരിച്ചറിവുകളാണ് യാത്ര. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഇറങ്ങിയത്, ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഒരാളെ പോലും നിർബന്ധിപ്പിക്കാൻ പറ്റില്ല. അതാണ് സംഭവം, മനസ്സിലായില്ലേ? അവരിങ്ങനെയാണ് നമ്മളെ ലൈഫിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ വീഡിയോയിൽ വരും, അവർ സംസാരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നിർബന്ധിക്കലില്ല, അവരും നിർബന്ധിക്കില്ല, ഒരു കാര്യത്തിൽ ഇന്നെ നിർബന്ധിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും രസമായിട്ട് ഇതിന് പോകുന്നത്. നിങ്ങൾ ഇൻസ്റ്റയിൽ നമ്മളെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻസ്റ്റയിൽ ഞാൻ 8-10 റീൽ ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾക്കും ഇങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് എന്ന് പറയാം. അപ്പോൾ അതാക്കണ് ഇബ്രു ഇതാക്കണ്, പിന്നെ ടെൻറ്റ് കഴിച്ചിന് നമുക്ക് ചാതാ തുടങ്ങുക. അപ്പോൾ അതിൻ്റെ മുന്നേ ഏതെങ്കിലും നമ്മളെ സുഹൃത്തുക്കൾ പുതിയതായിട്ട് നമ്മളെ ഫാമിലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് സപ്പോർട്ട് ചെയ്തോളി, സബ്സ്ക്രൈബ് അടിച്ചിട്ടോളി. കിട്ടില്ല വീഡിയോസുകളായിട്ട് നമുക്ക് ഒരു 15 ദിവസത്തിൻ്റെ ശേഷം എല്ലാ ദിവസവും ഉണ്ടാവുമെങ്കിലും പെരുന്നാൾ കഴിഞ്ഞ് നമ്മളൊരു പൊളി. അപ്പോൾ ഇതാകണം ഈ ആശാന്മാരാണ് നമുക്ക് സെറ്റാക്കി തന്നത്. ബൈസാബ് ഇവിടെ കാര്യങ്ങളൊക്കെ ഇബ്രാക്കണ് നീർത്തിന് ജാവിദ ഇത് റെഡി ആവിയ കവർക്കിടല്ല കവറിലല്ലേ ആ ഫോണെന്ന് കാണിച്ച ഓക്കെ.
ഈ ഫോണ് ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. അടിച്ചിന് പോവും. ആ കൂടെ ബ്രോ. ഓക്കെ, ഇനിയൊരു കൂടും കൂടെ ഉണ്ടല്ലോ. എവിടെ? പിന്നിലാ? ഇവിടെ എന്താ വെച്ചാൽ കുളിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ബാത്റൂമും ഫെസിലിറ്റീസൊക്കെ വളരെ ശോകമാണ്. എന്നാലും നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പോണ വൈക്കന്ന് അടിക്കാൻ കുളിക്കാം നമുക്ക്. ഇങ്ങനെയാണ് നമ്മൾ ടെൻ്റൊക്കെ സെറ്റാക്കൽ. കണ്ടില്ലേ? ഇത് ഇനി കൂടുക്കണ വെക്കും. ഈ 2 കൂടില്ലേ, അതൊക്കെ 2 എയർബഡ് വെക്കും. അതിൻ്റെ കമ്പിയും കൊളുത്തും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കഴിച്ചു. ഇത് കഴിച്ചല്ലേ? ഇതൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഒരു 4-5 ദിവസം മുതൽ തുടങ്ങിയത്. കാൽമ ഫുള്ള് ചോപ്പ് ഇത് ചൊറിഞ്ഞിട്ടേ കൊതുകണ് കടിച്ചിട്ടേ. ഇതിനിപ്പോൾ ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാവും അത് ചൊറിയാതിരിക്കാൻ, അല്ലെങ്കിൽ കൊതുക് കടിക്കാക്കാൻ എന്തെങ്കിലും ഓയിലുകളോ ഉണ്ട് കാൽമലും ഉണ്ടാക്കിയാണ്. കളറൊക്കെ മാറൽ തുടങ്ങിയാണ് ഇവിടെ. എന്തത് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് മുറിയായതാണ് ഇതൊക്കെ. ഫുള്ള് ഇങ്ങനത്തെ ഓരോ മുറികളാണ്. കഴിച്ചല്ലേ? ഇതിങ്ങനെ കുളത്ത് കഴിച്ച കണ്ടില്ലേ? അതിനിടെ ഇവിടെ ഈ കമ്പിത ഇങ്ങനെ എടുത്താൽ മതി. ATM കരോ എങ്ങനെ? അവിടെ കിട്ടണില്ല. അങ്ങനെ ടെൻ്റ് കഴിഞ്ഞു. ഇങ്ങനെയാണിത് കൂടാക്കട്ടോ. ഉണ്ടല്ലേ? ഇങ്ങനെയാണിത്. ആ ബെഡാണ് ഇപ്പോൾ ആ ചെറിയ പെട്ടിക്കൂട്ടിൽ കാണുന്നത്. ഇത് നേരെ ഇതേമാതിരി മടക്കുക, നേരെ കവർക്കണാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ വിടുക. ഇപ്പം നമ്മൾ അസീസ്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് ബീഹാറിൽ, കുറച്ച് മേലെ. മൂപ്പര് കുറച്ച് ചാരിറ്റി പ്രവർത്തന സ്ഥാപനങ്ങൾ ചെയ്യണം. മൂപ്പര് വന്ന ബീഹാർ ഇറങ്ങണതിൻ്റെ ജാർഖണ്ഡ് കയറിയപ്പോൾ മുതൽ വിളിക്കാൻ തുടങ്ങിയത്. ജാർഖണ്ഡും അല്ല, ഒറീസ കയറിയപ്പോൾ മുതൽ വിളിക്കാൻ തുടങ്ങിയത്. എന്തായാലും നിങ്ങൾ വരണം, നമ്മളവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് അങ്ങോട്ടാണ് പോണത്. ഇന്ന് വേറെ ഫുഡിങ്ങും പരിപാടികളൊന്നും ഉണ്ടാവില്ല. നേരെ ഞങ്ങനെ ഫുഡ് വെക്കണം. ഈവനിങ് ആകുമ്പോൾ പരിപാടികളുണ്ടാവില്ല. നേരെ അവിടെ ഫുള്ള് സെറ്റാക്കി ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ തുടങ്ങിയല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ. പിന്നെ അതുമല്ല, ഞാൻ കുറച്ച് എക്സ്ട്രാവേർട്ടാണ്, അവർ കുറച്ച് ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അവരിങ്ങനത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നേ ഉള്ളൂ, മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ സംസാരിക്കാൻ നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് പിന്നെ നമ്മൾ സംസാരിക്കുന്ന ചടപടാ സംസാരിക്കുന്ന ആളുകളല്ല. ഓരോരുത്തർക്കും ഒരു പ്രകൃതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടിയൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇൻഷാ നമ്മൾ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഒരു കിടില സ്പോട്ടിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ബീഹാറിൽ ആടിൻ്റെ ചന്ത ഉണ്ട്. ഇന്ന് ഏത് ദിവസം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവിടുത്തെ കേട്ടോ ദിവസം എന്നുള്ള ഇവിടുത്തെ ദിവസം ഇവിടെ അങ്ങനെ ഒരു ഇന്ന ദിവസത്തിൽ ആടും ചന്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക. ഇവിടെ നാടിൻ്റെ ചന്തയാണ്. നോക്കിയാൽ അവനവൻ്റെ ആടുകളുടെ സൈഡിലും കേട്ടിട്ടാണ്. അതൊന്നല്ല, ആയിരക്കണക്കിന് ആടുണ്ട് ഇവിടെ ചന്തക്ക് എത്തിയത് കേട്ടോ. കണ്ടമാനം ആടുകൾ. നോക്കി ഇപ്പം നമ്മൾ ചന്തയൊക്കെ എത്തിയിട്ട് ഏകദേശം ഓരോന്നിനെ വലിച്ചിട്ട് നോക്കി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പെരുഞ്ചനാണ്. നടു റോഡ് കൂടെ നടക്കണോ. ഒരു ഭാഗത്ത് കടികൾ, എണ്ണക്കടികൾ, അങ്ങനത്തെ ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണതാ നടു റോഡിലൊക്കെ. ഇവിടെ കൊണ്ട് വലിയ വില ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഇത്രയും ആടുകൾ ഉണ്ടാവും. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞ് പോകണ്ടപ്പോന്ന് ഉള്ള റോഡ് വരെ ബ്ലോക്കാണ് ആടുകൊണ്ട്. ഇതൊക്കെ നമുക്ക് നിരത്തി ആട് വില പറഞ്ഞത് ഇവിടെ. മേത്തൊക്കെ തട്ടുണ്ട്. ഓ വട്ടിക്കിട്ടച്ചമാരി ആട് നോക്കി. അതായത് ഒരു കയറിന് കെട്ടിക്കാണ്.
ഒരു കയറ് കെട്ടിക്കാണ്ട് ആ കയറുമ്പലാണ് ഈ ആടുകൾ മുഴുവൻ നിൽക്കണത്. ഒറ്റ കയറുമ്പൽ നോക്കി നിരത്തി ആടുകൾ. നമുക്ക് ഉള്ളിലൊന്ന് പോയോ, ഏതാണോ DJ ഇട്ടേണ്ട കൊണ്ടിട്ട്. ഇവിടെ എന്താ റേറ്റ് ആവോ ഇന്ത്യ അറിയാത്തോണ്ടേ. അതിൻ്റെ അമ്മ ആടാളെ കാട്ടി നോക്കി കൂട്ടത്തോടെ അങ്ങോട്ട് കെട്ടിട്ട് വീണു. കൊടുത്തു പൈസ വാങ്ങി. ഒരാടിനെ അവിടെ നിന്ന് കട്ട് ചെയ്ത്, ഒരു കയറിനെ കട്ട് ചെയ്തു, നേരെ കൊടുത്തു. ആകണു കച്ചവടായി. ഈ ആടിനാട്ടോ വാങ്ങിയത്. റേറ്റ് ഉണ്ട് കണ്ടിട്ട് 10,500 ഉറുപ്പ്യ കണ്ടോന്നുണ്ട് കേട്ടോ. ഇവിടെ ആകണ ഓരോരുത്തർ കടന്നുറങ്ങണ കഥ. ഇവിടെ ചായ കച്ചവടം, ചെക്കന്മാരും കുട്ടികളും എല്ലാവരും ഉണ്ട്. ആട് മാത്രല്ല കേട്ടോ, പോത്തും ഉണ്ട്, പശു, കുതിര ഒക്കെ ഉണ്ട് കേട്ടോ. കുതിര അതിനൊക്കെ തിന്നാൻ കൊടുക്കണം. ഇങ്ങനെ ഒരു ഭരണിമാര് ഉണ്ടാക്കി വെച്ചിരിക്കുക, അതിലാണ് തീറ്റ ഐറ്റംസ്. ഇതെന്താ, അത് പശുക്കുട്ടികളാ. ഒരു കുതിര ഉണ്ട്. ഇത് വലിയ ചന്തയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് പോത്താണ്. ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടേജാണ് ആട്, ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പോത്താണ്, നിരത്തി പോത്ത്. എന്താല്ലേ നോക്കിയാ നിങ്ങള്. ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ടോന്നുണ്ട് കേട്ടോ. കച്ചവടാക്കണത് അവിടെ ഒരു അടി അടുക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ പോത്തിൻ്റെയും ആടിൻ്റെ ഒക്കെ കച്ചവട കേന്ദ്രം. പോയോക്കല്ലെന്നാ പെയിൻ്റ് അടിച്ചിടണോ അതിൻ്റെ അടി കൂടെ? ബുക്ക് ചെയ്തിടാ തോന്നുന്നു കേട്ടോ. പോയോക്ക. രാവിലെ ടെൻ്റൊക്കെ കഴിച്ച് കെട്ടി നമ്മളിങ്ങനെ പോരുമ്പോൾ ഒരു ചന്ത ഉണ്ടായിരുന്നു, ആട് ചന്തയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോരുമ്പോഴാണ് ഇവിടെ ഒരു ബാർബർ വെറുതെ ഇരിക്കണം കാണണം. അപ്പോൾ ബാപ്പു പറഞ്ഞ് എൻ്റെ മുടി ഒന്ന് വെട്ടണമെന്ന്. അങ്ങനെ കയറി നോക്കിയപ്പോൾ മുടി വെട്ടാൻ 30 ഉറുപ്പ്യുള്ളൂ എന്ന് പറഞ്ഞു. ചാടി കയറിയിരുന്നു. ഏതായാലും കസാര ഫ്രീ ആണ്, വേറും 30 ഉറുപ്പ്യ പറഞ്ഞു. അപ്പോൾ ബാപ്പു പറഞ്ഞു എന്നാ വെട്ടടാ മുടി. മുടിക്ക് മാത്രം 30, താടിയും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 60 ഉറുപ്പ്യക്ക് നമ്മൾ ശരിയാക്കി തരാറുണ്ട്. ഒന്നും നോക്കിയില്ല. കസാല ഇനിയിപ്പോൾ സ്വന്തമായിട്ട് വാങ്ങണമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. നാട്ടിൽ 140 ആവും. അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത്. ഇവിടെ വെറും 60 ഉറുപ്പ്യ. ഇവിടെ 12 ആളെ വെട്ടണം, അല്ല 20ഓളം ആളെ വെട്ടണം. 1000-1200 ഉറുപ്പ്യ കിട്ടണമെന്നില്ല. അതാണ് നമ്മളെ നാട്ടിൽ കടന്ന് വരയ്ക്കണത്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ബാർബർ ഷോപ്പിൻ്റെ ഒരു സെറ്റപ്പ്. ഓക്കെ, ബാർബർ ഷോപ്പിന്റെ ഉള്ള കണ്ടില്ല ലുക്ക്, സീലിംഗ് ഒക്കെ. അതാണ് സീലിംഗ് നമ്മുടെ നാട്ടിലും വേണം. നമ്മളിപ്പോൾ വണ്ടി റൺ ചെയ്താണ്ട് കുറച്ചിങ്ങനെ പോയപ്പോഴേ ബീഹാറിൽ കുറച്ച് ഉള്ളേരിയാണ്. ഇവിടുത്തെ കുറച്ച് വ്യത്യസ്തമായ വീടുകൾ കേട്ടോ. വ്യത്യസ്തമായ വീടുകൾ പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ അങ്ങനത്തെ ഒരു ഐറ്റം വീട് കണ്ടു. നല്ല ചൊറുക്കുണ്ട് കാണാൻ. അതൊന്ന് പോയി നോക്കാം നമുക്ക്. കമ്പകൃഷി നോക്കി, ചോളം, കമ്പൊക്കെ. ഈ വഴി ഇറങ്ങണം. അവിടെ ഒരുപാട് വീടുകളുണ്ട്. അതിൽ ഈ വഴി ഇറങ്ങിയാൽ കുറച്ച് വീടുകളുണ്ട്. ഇവിടെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതാക്കണം, ഇതൊക്കെയാണ് ഫുള്ള് ഇല്ലും കൂടാണ് മൊത്തം. ആ ഇല്ലും കൂട്ടിൽ
അപ്പോൾ ഇവിടെ ഇങ്ങനെ മൂപ്പരിങ്ങനെ ചോദിച്ചു ആരാണ് എന്താണ് എവിടെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതാണ് പോലെ നടവഴിയൊക്കെ നോക്കി, നല്ല കാണാൻ തന്നെ ഭയങ്കര രസമായിട്ടുള്ള ആ മുൾവേലികളൊക്കെ കെട്ടിയിട്ട് പല വീടുകളൊക്കെ നോക്കി. എത്രത്തോളം ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, എന്നാലും പോയി നോക്കുക. ആടും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വീടുകൾ. ആ വീടിൻ്റെ ഒക്കെ ഒരു ചൊറുക്ക് നോക്കി, ഫുള്ള് ചളി അടിച്ചിട്ട്. ഇവിടെ പശു പറഞ്ഞ ഒരു ദൈവമാണ്. ഈ വീടിൻ്റെ ചുറുക്ക് തട്ടൊക്കെ ഉണ്ടാക്കിയാണ്ട് ഫുള്ള് ഇല്ലും കൂലും മുളൊക്കെ വെച്ചാണ്ടേ ചേച്ചി ഇങ്ങനെ നോക്കുകയാണ്. ഇതിപ്പോൾ എന്താ സംഗതി, ഇവർക്കൊന്നും യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ പോയിട്ട് ഒന്നിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്കാരാണ്. നെറ്റ്വർക്ക്, ഫോൺ ഇങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനത്തെ ആളുകളാണ്. ഇവിടെ അതേമാതിരി വേറൊരു വീടുണ്ട് കേട്ടോ ഇവിടെ, മനസ്സിലാ. ഇതാ ഒരു വീട് ഇതാ ഇവിടെ. അവിടെ നോക്കി, ഏതാലേ ഇതിലൊക്കെ കടന്നുറങ്ങിയാണ്ടല്ലോ, ഒരു സുഖം എത്രയാരോ, അടിപൊളി, ഒന്നും പറയില്ല. ഇതൊരു വീടാണ്. ആ വീട് നിൽക്കുന്ന ഒരു ആംബിയൻസ് നോക്കിയാള്, ആംബിയൻസിലാണ് ആ വീട് നിൽക്കണതെന്നുള്ളത്. അയ്യോ, വീടിൻ്റെ നേരെ പുറത്ത് കമ്പും ചോളും അങ്ങനത്തെ ഒക്കെ പരിപാടി സെറ്റ് ചെയ്തേക്കുക. ഇവിടെ അങ്ങനത്തെ കൃഷിയുണ്ട്. ഇവിടെ ഇങ്ങനെ പോയാൽ ഈ ഫുള്ള് മുളങ്കാടും കാര്യങ്ങളൊക്കെ ആയിട്ടേ അയ്യോ അടിപൊളി. മുളങ്കാടൊക്കെ നോക്കി, ഫുള്ള് ഇവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അല്ലേ, ഓരോരുത്തരുടെ ജീവിത രീതികളൊക്കെയാണല്ലേ വെറൈറ്റി. പോയി നോക്കാം, നമുക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ബീഹാറിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ അങ്ങ് പോയിക്കൊണ്ടിരിക്കണം. പന്നി നോക്കി രണ്ട് സൈഡും ചോളം കമ്പത്തിൻ്റെ ഒക്കെ തോട്ടങ്ങളാണ്, കണ്ടില്ലേ? പക്ഷെ ഇവിടെ നല്ല റോഡാണ് കേട്ടോ, അത്യാവശ്യം നല്ല റോഡുകളാണ്, എല്ലാ റോഡുകളും മോശം എന്ന് പറയാനില്ല. ഏകദേശം നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻക്ക് വീടുകളൊക്കെ റൗണ്ട് വീടൊക്കെതാണ്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റർ ആ ഒരു ലെവലിലാണുള്ളത്. ഉച്ച ഒരു 1-2 മണിയാകുമ്പോൾ ഇതിൻ്റെ കാഴ്ചപ്പാട് എത്തേണ്ടതാണ്. നമുക്കൊരു അസീസ്ക എന്ന് പറഞ്ഞ ആളെ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനം ഉണ്ട് ഇവിടെ, എന്തായാലും നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, എന്നാൽ ജസ്റ്റ് ഒന്ന് പോയാൽ കാര്യം അങ്ങനെ പോകണം. 2 ദിവസം അവിടെ ഉണ്ടാവും. അങ്ങോട്ടാണ് നമ്മൾ പോണത്. ചങ്കുകളെ ഒറ്റയടിക്ക് കാലാവസ്ഥ മാറിയിട്ടോ, ഒരു രക്ഷയില്ല. തണുപ്പൂടെ വന്നു, ഒരു പെരുന്തണുപ്പല്ല, ഒരു മിനി ഊട്ടി മോഡൽ സ്റ്റൈലിലേക്ക് എത്തി. നോക്കിയാണ് വെയിലൊക്കെ പോയി. അപ്പോഴാണ് സംഭവം മനസ്സിലായത്, ഏകദേശം നേപ്പാൾ ബോർഡറിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ കാലാവസ്ഥ വെയിലാവുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നേരമായി, ഇപ്പോൾ ഒരു അരമണിക്കൂറോളമായിട്ട് ഇപ്പോൾ തണുപ്പ്, നൈസ് തണുപ്പ്, കിട്ടില്ല കാലാവസ്ഥ. അങ്ങനത്തെ ഒരു വെയിൽ പറഞ്ഞ സംഭവം ഇല്ല ഇപ്പം, ഇനിയും ഇവിടെ നാട്ടില്ല തോന്നണു. ചെറിയ മഞ്ഞൊക്കെ ലോങ്ങിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് ബീഹാർ നേപ്പാൾ ബോർഡർ നോക്കുമ്പോൾ, ഭൂപടം നോക്കുമ്പോൾ നേപ്പാളിൻ്റെ ബോർഡറിനൊക്കെ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ നേപ്പാൾക്കല്ല പോണത്, ബീഹാറിൽ നിന്ന് ഡാർജിലിംഗ് വഴി പിന്നെ ആസാമുക്കാണ് പോണത്. റൗണ്ട് അടിച്ച് ഒരു 5-8 ചെറിയ ചോട്ട സ്റ്റേറ്റ് ആകുമ്പോഴുണ്ട്. പെരുന്നാൾ കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ്, അല്ല പെരുന്നാൾ കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് നേപ്പാൾക്ക് എത്തുള്ളൂ. പക്ഷേ ആ ഒരു ഏരിയ കൂടെ ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇത് പോണത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ആവാൻ കാരണം. അപ്പോൾ എനിക്ക് ഇനി തോന്നുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു ചൂട് കാലാവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ പ്രതീക്ഷിക്കാം. ഒരു മനസ്സിന് റാത്തൊക്കെ ഉണ്ടായതായാലും ഇതില്ല, ഹയറ് കാരണം മതി. ഞങ്ങളെ തണുത്തു, നൈസ് തണുപ്പ്.
പോണ റൂട്ടിൻ്റെ അടിയിൽ ഒന്നാണ്ട് ഇറങ്ങി. ഇവിടെ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട്, പോയി നോക്കാം നമുക്ക്. അപ്പോഴാണിന്ന് കൊഴുത്തത് നമുക്ക് ഒരു എനർജി അങ്ങനെ കുടിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഉഷാറാക്കണം. ഞാൻ ഇന്ന് ഈ ലെവൽക്കെത്തും വിചാരിച്ചില്ലേനു കേട്ടോ. കുട്ടികളൊക്കെ അതാ ടൗസർ ഇട്ടാണ്ടും ഒക്കെ നിൽക്കണതാ. ഓരോരുത്തരും ഓരോ മോഡല്. ഓക്കെയാണീ കനാല്. അയ്യവാ ഏതാണ് വൈബ്, പൊളി മോനെ. മഞ്ഞുണ്ട്. ചോട്ടാപ്പി അയ്യനി ഏതാലേ ഒറ്റയടിക്ക് ആംബിയൻസേ മാറിപ്പോയി. ചെറിയൊരു തുള്ളി ഇങ്ങനെ ഉറ്റുണ്ട് കേട്ടോ. അമ്മേ പേടിയാണ് ഞങ്ങളടിയിൽ കൂടെ ഇത് കൊണ്ടുപോകാനും പേടിയാണ്. മൊബൈൽ എടുത്തു പോയി ചിലപ്പോൾ. അയ്യവാ നോക്കിയാനി വള്ളം വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും പിള്ളേരുകളൊക്കെ അതാ കാറായി ഇങ്ങനെ നിൽക്കണം. പക്ഷെ ഇവിടെ അങ്ങ് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക കുളിര്. നല്ലൊരു ഓവർ തണുപ്പും ഇല്ല ചൂടും ഇല്ല, അതിൻ്റെ ആ നടുവിലാണ് നിൽക്കണത്. ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇവിടെ പറയാൻ എനിക്കറിയില്ല. നമുക്ക് മൊത്തത്തിലൊരു നോമ്പ് പറ്റ ഒരു ഫീലും ഇല്ല. ഇപ്പോൾ വളരെ എനർജി, ഹാപ്പി. ഇനി പോകാൻ നമുക്ക് ഒരുപാട് താണ്ടാനുണ്ട്. ഇപ്പോഴാണ് ഒന്ന് ഓണായത്. പോയി നോക്കാം നമുക്ക്. കുട്ടികളതാക്കണം, മണ്ണ് കളിച്ചണം. ഓക്കെയാണി ചെറിയൊരു വെയിൽ വന്നു. എനിക്കിങ്ങനെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ചെറിയൊരു വെയിൽ വന്നു. പക്ഷെ പോണ യാത്രയിലെ കുട്ടികൾ തക്കണം ക്രിക്കറ്റ് കളിച്ചു. എന്തോ രസമുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് തന്നെ താമസിക്കണം. ക്ലൈമറ്റ് അങ്ങോട്ട് മാറി ബീഹാർ ഒരു രക്ഷയില്ല. അങ്ങനെ പശുക്കള് കുട്ടികള് വൻ പരിപാടി. വൻ പരിപാടിയാണ്, വൻ പരിപാടി. ഒന്ന് ഇറങ്ങി വെക്കാം നമുക്ക്. കുട്ടികൾ താക്കണം. ആ കളിയാണ്, കളിയോട് കളി. പശു ആ കുട്ടികൾ കളിച്ചു നോക്കി. മണ്ണ് നമ്മള് പണ്ടത്തെ മാതിരി മണ്ണ് മാന്തി കളിച്ചാൽ പറഞ്ഞ മതി. അവിടെ കളിട്ടോ. ഔട്ടാ ഔട്ട്. ക്ലൈമറ്റാണ് വരുത് ഭയങ്കര രസം. അവിടെ താക്കണം ഓരോരുത്തർ അവിടെ ഇവിടെ കേട്ട് കുട്ടികളതാ. കൊടുക്കേ പോയി ഓൻ്റെ മൂളി. ചങ്കളെ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിട്ടോ. നമ്മൾ അസീസ് എന്ന് പറഞ്ഞ നമ്മളെ സുഹൃത്തുണ്ട്, ഇവരോണ്ട് മൂപ്പര് 3-4 ദിവസമായിട്ട് നമുക്ക് വിളിക്കുന്നുണ്ട്. എന്തായാലും വരാം. 3 ദിവസമല്ല 2 ആഴ്ചത്തോളം ആയിട്ട് തോന്നുന്നുണ്ട്.
മൂപ്പരാണ് ആള്. അപ്പോൾ ഇവിടെ മൂപ്പര് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചാരിറ്റി അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഒന്ന് വരണം, നിങ്ങൾക്കൊരു നോമ്പറക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മൾ വലിയ ആഗ്രഹമാണ് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ് അങ്ങനെ എത്തിയത്. അത് ഒരു വെറൈറ്റി അങ്ങാടി. പോയി നോക്കുക, അതാണ് ബിൽഡിങ്സ് മൂപ്പര. ഇവിടെ ഈ ഗ്രാമീണ സ്ഥലങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ഒരു പരിപാടിയാണ് തോന്നുന്നത്, മതപഠനം വിദ്യാഭ്യാസമൊക്കെ ആയിട്ട്. റൂമേ ഇന്ന് സ്റ്റേ ഉള്ള നമ്മളെ റൂമാണിത്. അവരവിടെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവർ പിന്നെ അങ്ങാടിയിൽ പോയിട്ട് മതപഠനം സെറ്റാക്കി കൊടുക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ചാരിറ്റി പരിപാടിയാണ്. ഒരു കിച്ചണാണിത്. നമ്മളെ താമരശ്ശേരിയുള്ള ടീംസാണ് ഇത് ഫുള്ള് കവർ ചെയ്യണത്. ഇവരെന്താ വെച്ചാൽ ഓരോ ഫണ്ട് വീഡിയോ ഒക്കെ ചെയ്തിടും. അപ്പോൾ അത് കാണുമ്പോൾ ഓരോരുത്തരിങ്ങനെ സ്പോൺസർ ചെയ്യും. ഇവിടെ കുട്ടികൾക്കുള്ള ഫണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോകണു. ഒരു ചാരിറ്റി പരിപാടി. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെന്നുള്ള യാത്രയിലൂടെ നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ബീഹാറും വെസ്റ്റ് ബംഗാളും ഒറീസൊക്കെ ആയിട്ട് മർക്കസിൻ്റെ കീഴിലാണ് ഇതും നിൽക്കുന്നത്. നമ്മൾ അറിഞ്ഞെടുത്തോളം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ കയറുകയാണ്. അതാകണോ എന്താ ബ്രെഡ് പൊരി വെറൈറ്റി. വെറൈറ്റി ഉസ്താദിൻ്റെ സ്പെഷ്യൽ ഡിഷാണ്. ഇതെന്താ ചിക്കനോ? ഇതെന്താ ചിക്കനാണല്ലേ? ചിക്കൻ്റെ ബ്രൂൻ്റെ പൊറോട്ട, സ്പെഷ്യൽ പൊറോട്ട മേക്കറാ. ജാവി പൊറോട്ട ചുടുന്നു. അപ്പോൾ ഒരാൾ പൊറോട്ട ചുടുന്നു. ഇവിടെ ഇതാക്കുന്നുണ്ടോ പരത്താനായിട്ടൊരാൾ ജ്യൂസ് അടി കഴിഞ്ഞ് അങ്ങനെ അതത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ. ലോകത്തിൽ പറ്റിക്കുന്നവനല്ലല്ലോ വിഡ്ഢി, പറ്റിക്കപ്പെടുന്നവനാ വിഡ്ഢി. ഞാൻ നിങ്ങളെ പറ്റിക്കാണ്, നിങ്ങൾ വിഡ്ഢികളായിക്കൊണ്ടേയിരിക്കും. അതാണ് അത് മനസ്സിലാക്കാൻ നമ്മൾ. ഇപ്പൊ കളിക്കണ ജാവിയാണ്. സ്പോട്ടിൽ മുമ്പ് കയറി കളിച്ചു കോട്ടലേക്ക്. ഇത് ഇബ്രെന്താ മറ്റേ പയം മുണിങ്ങ മാതിരി? പയം മുണിങ്ങില്ലേ? മുണിങ്ങി എത്തിൻ്റെ ഇപ്പൊ എത്ര പരത്തിപ്പോ? അല്ല നിങ്ങൾ അടി മാത്രമേ ഉള്ളൂ, വീസലില്ല. വീസി അടിച്ചു. സ്പെഷ്യൽ പൊറോട്ട ഞാൻ എന്താ അടുപ്പിച്ചിരുന്നു. അല്ല ചുട്ടിന്റെ മേലെ കൂടെ ഇട്ട് ഇത് ഇവിടുത്തെ പൊറോട്ട ചെറുതാ അല്ലേ? ബ്രെഡ് പൊരി. നിങ്ങൾ എത്ര സ്റ്റാഫാണ് ഇവിടെ? 9 സ്റ്റാഫില്ലേ? ആശാൻ കയറട്ടെ. ആശാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ് തോന്നുന്നു. ഫുഡിന്റെ മെനു മൂപ്പരാ? പുറത്ത് കൊടുക്കില്ല നമ്മള്. സപ്ലൈങ് പരിപാടിയില്ലേ? അല്ല ഇപ്പൊ കുട്ടികൾ നോമ്പ് തുറണ്ടോ? എത്ര കുട്ടിയൊക്കെ? ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാറല്ലേ? ഗ്രൗണ്ടിലാരോ? എവിടെ ഗ്രൗണ്ടിലാ കൊടുക്ക? ഓരോ ദിവസം ഓരോ ഗ്രാമങ്ങളിലായിരുന്നു. സാറാവട്ടെ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ നോമ്പ് തുറക്കാനുള്ള പരിപാടികളിലാണ്. നമ്മളെ ഇർസ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇനി 2 ദിവസം ഉണ്ടാവുക. അപ്പോൾ ഇതാക്കണോ ഇബ്രു അവിടെ ജാവിദ ഇരിക്കി
കഴിക്കൂ ജിലേബി ലഡുവും കഴിക്കൂ പറഞ്ഞ മതി. എനിക്ക് പല ജാതി വിഭവങ്ങളാണ് കേട്ടോ. വാ ഡെവരേറ്റും ചപ്പാത്തി പൊറാട്ട ആരൊക്കെ കഴിച്ചേ ഇവിടെ താ എടുത്തോ മിന്നിങ്ങി നിൽക്കുകയാണ്. എന്ത് വലിയ സുന്നത്തിയോ? അയ്യവാ ഞാൻ നോമ്പ് ബാങ്ക് കൊടുത്താൽ മതി ഉസ്താദ്. അയ്യവാ കൊടുത്തു ബിസ്മില്ലാ ബിസ്മില്ലാ നോമ്പ് തുറക്കട്ടെ കേട്ടോ. അല്ലാ നോമ്പ് തുറന്നിട്ടോ. ആഹാ അയ്യവാ ഞാനാ ഏത് ഇതിന്റെ ഹലക്കോ എത്തിനാ ബ്രൂണിന്റെ ആഗ്രഹം ഇതിന്റെ മേലെ കൂടെ രണ്ടുണ്ട്. ഇനി പൊറാട്ട ഇട്ട് വെക്കാം. എന്നാ ഇടിട്ടോ എല്ലാവരും ഇടി. ആ ധൈര്യമായിട്ട് ഇട്ടോളൂ, ധൈര്യമായിട്ട് ഇട്ടോളൂ, ഒരു പേടിയും പേടിക്കണ്ട. അയ്യവാ പൊറാട്ടയാണ് കുറേ ദിവസമായി കൊണ്ട് പൊറാട്ട. എങ്ങനെ തെരുവ് നായ്ക്കള് അതേപോലെ കൊതുക് സഹിച്ചൂല. വേറെ ഒക്കെ തെരുവ് നായിനെ വരെ സഹിച്ച കൊതുക്. കാല് മുഴുവൻ മുരയിക്ക. എന്നിട്ടുള്ളി അങ്ങനെ ചങ്കാളെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരമായി ഇപ്പം ഇങ്ങനെ ഇരുത്താൻ തുടങ്ങിയിട്ട്. അങ്ങാടിയിലൊക്കെ പോയി. പവർ ബാങ്ക് കംപ്ലൈൻറ്റ് ആയതല്ല, പവർ ബാങ്ക് അടിച്ചു പോയി. 2 ദിവസം പിന്നെ ജാർഖണ്ഡിൽ നിന്ന് പവർ ബാങ്ക് ഒരുത്തൻ തോണ്ടിപ്പോയി. ഇപ്പം ഇങ്ങനെ ഇവിടെ താക്കണം അവിടെ ഫോണുമ്മൽ ഇവിടെ താക്കണം തിന്ന് ഇതൊരു പരിവായി. ഈ വർഷം കൊണ്ട് പുതിയ അണ്ണനാ അണ്ണന്മാരിങ്ങനെ പുതിയ റിലീസായി കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. ഇപ്പം അങ്ങനെ മുരൊക്കെ വെട്ടിയപ്പോഴേ ഒന്നൊരു മുഖത്തിനൊക്കെ ഒരു തെളിച്ചപ്പോൾ ഒരു ഫിനിഷിങ് ഒക്കെ വന്ന്. എന്തായാലും എത്ര പെട്ടെന്ന് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 10-15 നോമ്പ് കഴിഞ്ഞ് ഇതാ ഗുണാശന്മാരൊക്കെ അതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മൂപ്പരുടെ ആശാക്ക ഇവിടെ സിബ്രോ ഇവിടെയോ മൂപ്പര് ചവിട്ടേക്കാന്
ജാവിയുടെ പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ ഒന്നാണ് കടന്നുറങ്ങണം. നാളെ ട്രിപ്പില്ല, നാട്ടിൽ തന്നെയാണ്. നാളെ ഇവിടെ എന്താ വെച്ചാൽ വണ്ടിക്ക് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കണം. അങ്ങനെയൊക്കെ ഓരോ പരിപാടിയാണ്. അങ്ങനെ കൂട്ട ഫുഡടി കേട്ടോ, ഒരുമിച്ച് ഇരുന്നിട്ടുള്ള അടി. ബ്രോന് നോട്ടം തന്നെ ഇല്ല. ഓക്കെയാണ് ഫുൾ തീറ്റൻ്റെ കാര്യത്തിലേ മൂപ്പരാണ് നമ്മളെ അരച്ച കറി സകല ഐറ്റംസുകളും ഇവിടെ ഉണ്ടാക്കണം കേട്ടോ. ബ്രെഡ്, ചിക്കൻ കറി, പൊറാട്ട ഇതാക്കണോ, പൊറാട്ടയും ചിക്കനും. അത് നാട്ടിൽ ഭയങ്കര, ഞാൻ അതിൽ കഴിച്ചില്ല ഈ പയമ്പൊരിയും. ഇതൊരു പറഞ്ഞേക്ക പയമ്പൊരിയും ബീഫും ഭയങ്കര. ദിലീപാണ് അതിൻ്റെ ദേപുട്ടിലാവുന്നത്. ഞാൻ ഇതിൽ കഴിച്ചിട്ടില്ല, ഇത് പറഞ്ഞേക്കാം. അങ്ങനെയുണ്ട്. അതായത് നെയ്യപ്പം ബീഫും പറഞ്ഞ ആലോചിച്ച് നോക്കി, ഒന്ന് കട്ട മതിലും ഒന്നൊരു ബന്ധുവില്ലാത്തൊരു സാധനം. അതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡ്. നമ്മൾ അച്ചാർക്ക് പൊറാട്ട കിട്ടുമ്പോൾ അയ്യോ അറിയും, അത് വന്നല്ലേ പൊറാട്ട വേറെ തരം ടേസ്റ്റ്, അച്ചാറ് വേറെ തരം ടേസ്റ്റ്. അപ്പം മറ്റേ പറഞ്ഞ മാതിരി സായിപ്പന്മാർ ടൗസർ ഇട്ട വെറുമ്പൂട, നമ്മളിട്ട വലിയ ടൗസർ എന്ന അവസ്ഥ. എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങളെ തീറ്റും കൂടെ കഴിഞ്ഞ് കിടക്കണ പരിപാടിയിലാണ്. എന്താക്കണം ഇബ്രുവിൻ്റെയും ജാവിൻ്റെയും ബെഡ് ഓലയുടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇൻഷാല്ലാ നാളെ കാണാം. ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ തുടങ്ങി, ഇനി വീഡിയോസുകളൊക്കെ ഉഷാറാവും. പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളെ വീഡിയോസിലേക്ക് തുടങ്ങണം കേട്ടോ. ഉഷാറാക്കണം നമുക്ക്. നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം അത്രേ ഉള്ളൂ. കാരണം ഒരു ദിവസത്തെ സ്ട്രഗ്ലിംഗ് ആണ്, അത്രത്തോളം കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു ഭാരം പറയാൻ കാര്യങ്ങളൊന്നുമല്ല. 8ഓളം വീഡിയോ ഇൻസ്റ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, 10-12 വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയ്ക്ക് മാത്രം. പിന്നെ യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം വേണ്ടേ, എല്ലാവർക്കും വേണം ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.